ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നല്ല സൂപ്പർ പപ്പടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ പപ്പടക്കാരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ പെർഫെക്റ്റായ എന്നാൽ ഒട്ടും മായമില്ലാത്ത പപ്പടം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. മൂടിയതോ പിളർന്നതോ ഏതായാലും കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള ഉഴുന്നാണ് എടുക്കേണ്ടത്. പൊടിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇതിപ്പോൾ നല്ല ഉഴുന്നാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം. അതാണ് ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നന്നായിട്ട് തന്നെ പൊടിയണം. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും ഒട്ടും തരിയില്ലാതെ മൈദയൊക്കെ പോലെ നല്ല ഫൈൻ പൗഡർ ആവാൻ വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മൾ എത്ര ഫൈനായിട്ട് പൊടിച്ചെടുത്താലും ചെറിയ തരികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ അരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. 1-2 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. എന്നിട്ട് കിട്ടുന്ന ഈ തരികൾ വേണമെങ്കിൽ ഒന്നുകൂടെ പൊടിച്ച് വീണ്ടും അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ അരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പപ്പടം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് അരിച്ച് ഇതുപോലെ ഫൈൻ പൗഡറാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കൂടുതലൊന്നുമല്ല, കാരണം പപ്പടത്തിന് കുറച്ച് കൂടുതൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഉപ്പ് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്താൽ മതിയാവും. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകൂടി അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അരിപ്പയിലിട്ടൊന്ന് ഇടഞ്ഞെടുത്താൽ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഏകദേശം 1/4 കപ്പ് അളവിൽ വെള്ളം മതിയാവും. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ ഈസി ആയിട്ട് കുഴയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഹാർഡായി വരും കുഴക്കുന്ന സമയത്ത്. അതുകൊണ്ട് വെള്ളം ഒരുപാട് ഒന്നിച്ച് ചേർക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ച ശേഷം ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അച്ചാറിലൊക്കെ ചേർക്കുന്ന നല്ലെണ്ണ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുഴച്ചെടുത്ത ശേഷം നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചായിട്ട് നല്ലെണ്ണ ചേർത്താൽ മതി. ഏകദേശം 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ വരെ വേണ്ടി വരും. എങ്കിൽ മാത്രമേ മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഈ പപ്പടത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നതാണ് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ട്. 1 ടേബിൾ സ്പൂൺ കൂടി നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക. ആദ്യമൊക്കെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇടിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ ഇഞ്ചിയൊക്കെ കുത്തുന്ന ആ ഒരു കല്ലുണ്ടല്ലോ, അങ്ങനത്തെ കല്ലുണ്ടെങ്കിൽ അത് വെച്ച് അടിച്ച് കുഴച്ചെടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് മടക്കി എടുത്ത് കുഴച്ചെടുത്താൽ മതി. മാവ് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന മാവ് എത്ര സോഫ്റ്റ് ആവുന്നോ അതിനനുസരിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പപ്പടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു അളവിൽ ഞാൻ മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഏകദേശം 35 പപ്പടം വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ പപ്പടമാണെന്നുണ്ടെങ്കിൽ 50 പപ്പടം വരെ ഇത്രയും മാവ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല പേപ്പർ പോലെ പരത്തിയെടുക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പപ്പടത്തിൻ്റെ ആ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മൈദ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോ പപ്പടമായിട്ട് പരത്തിയെടുത്താലും മതി. ഞാനിവിടെ വലുതാക്കി പരത്തിയിട്ട് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു സമയം തന്നെ കുറേ പപ്പടം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ തിക്നെസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒട്ടും കട്ടിയില്ലാതെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാവില്ല. ഇനിയും നന്നായിട്ട് തന്നെ പരത്തണം. ഇതുണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിനടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും. ഇപ്പോൾ ഇത് പപ്പടത്തിൻ്റെ കറക്റ്റ് തിക്നെസ്സിൽ ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു മൂടി വെച്ച് നമുക്കിത് കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിരട്ടപ്പൊട്ടൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. അരികെ ഷാർപ്പായിട്ടുള്ള മൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമുക്കിതുപോലെ എടുത്തിട്ട് വീണ്ടും ഉരുട്ടി പരത്തിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എള്ളെണ്ണ കൂടെ കയ്യിലൊന്ന് പുരട്ടിയിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവും.
ഇപ്പോൾ നമ്മൾ 5 പപ്പടം പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള പപ്പടം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ പരത്തി എടുത്ത് വെച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി പീസ് നമുക്ക് ഇത്തിരി എള്ളെണ്ണ കയ്യിലൊഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വലുതാക്കി പരത്തിയിട്ട് നമുക്ക് 8-10 പപ്പടം ഒരേ സമയം തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വലുതാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് ഈ മൂടി വെച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം എല്ലാ പപ്പടവും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കുഴക്കുകയും പരത്തുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയൊക്കെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ, കടയിൽ നിന്ന് വാങ്ങിയാൽ പോരെ പപ്പടം എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും മായമില്ലാതെ പപ്പടം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ നല്ലത്. 1-2 തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അവസാനം ബാക്കി വന്ന ഒരു കുഞ്ഞുരുള കൂടി ഞാൻ ഉരുട്ടിയെടുത്ത് പരത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 40 പപ്പടം വരെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ പരത്തിയെടുത്ത് പപ്പടം മുഴുവൻ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഒരുപാട് സമയം ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വെറും 10 മിനിറ്റ് മാത്രം ഓരോ സൈഡും മാറ്റി മാറ്റി വെച്ച് ഉണക്കിയെടുത്താൽ മതിയാവും. 2 സൈഡും 10 മിനിറ്റ് വീതം ഉണക്കിയാൽ മതിയാവും. കൂടുതലായിട്ട് ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വെയിലുള്ള സമയത്ത് ഉണക്കാൻ വേണ്ടി വെക്കാം. ഒരു സൈഡ് ഉണങ്ങിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് ഉണക്കിയെടുക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 സൈഡും 10 മിനിറ്റ് വീതം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പടം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ടോ നോക്കാം. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ പപ്പടം വീട്ടിലുണ്ടാക്കി നോക്കുക. കുട്ടികളാണല്ലോ കൂടുതലായിട്ട് പപ്പടം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ ഒട്ടും മായമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം സാൻവീസ് ടേസ്റ്റ് വേൾഡ്.